RSS ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന ഗവർണറുടെ നിലപാടിന് വഴങ്ങാതെ സർക്കാർ. ഇതേ തുടർന്ന് കൃഷിവകുപ്പിന്റെ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ നിന്ന് സർക്കാർ മാറ്റി. കൃഷിമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് പരിപാടി പിന്നീട് സെക്രട്ടേറിയറ്റിൽ നടത്തി. ഗവർണറുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കൃഷിവകുപ്പിന്റെ പരിസ്ഥിതി ദിനാഘോഷം സംസ്ഥാനതല പരിപാടി നടത്താൻ നിശ്ചയിച്ചത് രാജ്ഭവനിൽ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആയിരുന്നു ഉദ്ഘാടകൻ. എന്നാൽ പരിപാടിക്ക് തൊട്ടുമുമ്പ് വേദി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മാറ്റി. ഉദ്ഘാടകനും മാറ്റം. RSS പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവന്റെ ആവശ്യമാണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചത്. കൃഷിമന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ചാണ് ഗവർണറെയും രാജ്ഭവനെയും ഒഴിവാക്കി പരിപാടി നടത്തിയത്. ഗവർണറുടെ ഓഫീസ് തന്നെ അയച്ചു തന്ന ചിത്രം എന്ന് പറയുന്നത് RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. പ്രത്യേകമായൊരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല. ഇക്കാര്യത്തിൽ ഗവർണറുമായി ഏറ്റുമുട്ടലിന് ഇല്ലെന്ന മൃദു സമീപനമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്. ഈ ദിനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി ഒരു ചർച്ചയ്ക്കോ തർക്കത്തിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ വ്യക്തമാക്കുന്നു. രാജ്ഭവൻ ഇത്തരം നിബന്ധനകൾ വെക്കുന്നത് ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അങ്ങനത്തെ നിബന്ധനകൾ രാജ്ഭവനിൽ നിന്ന് വെക്കുന്നത് ശരിയല്ലല്ലോ. രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദി ആക്കരുത്. രാജ്ഭവനിൽ പരിപാടികൾ ഏത് രീതിയിൽ നടത്തണമെന്ന് രാജ്ഭവൻ തീരുമാനിക്കുമെന്നായിരുന്നു ഗവർണറുടെ വിശദീകരണം. മീഡിയ 1 തിരുവനന്തപുരം.